വൃക്കരോഗ സംബന്ധമായി വലയുന്നവർക്ക് കൈത്താങ്ങായി വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത്. ഡയാലിസിസ് ആവശ്യമായ രോഗികൾക്ക് ആഴ്ചയിൽ 1000 രൂപ വീതം നൽകുവാനുള്ള പഞ്ചായത്തിന്റെ 2024-25 വാർഷിക പദ്ധതിയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഉഷ അറിയിച്ചു. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് 5 grams. ഇത്ര പ്രതീക്ഷിച്ചില്ല. സർപ്രൈസ് ആയില്ലേ? പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. പീരുമേട് താലൂക്കിൽ ഒരു ഡയാലിസിസ് കേന്ദ്രം ഇല്ലാത്തത് വൃക്ക സംബന്ധമായ രോഗികളെ ഏറെ വലയ്ക്കുകയാണ്. ജില്ലയിൽ 2 ഡയാലിസിസ് കേന്ദ്രം മാത്രമാണ് ഉള്ളത്. പീരുമേട് താലൂക്കിൽ ജനങ്ങൾ അയൽ ജില്ലകളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ് ഇതിനാൽ ഉള്ളത്. ഇത് ഭാരിച്ച ചെലവിനും ഇടവരുത്തുന്നുണ്ട്. ഇതിൽ വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിലുള്ള രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യുന്നതിന് കൈത്താങ്ങായി മാറുക എന്നതാണ് വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത്. ഡയാലിസിസ് ആവശ്യമായ രോഗികൾക്ക് ആഴ്ചയിൽ 1000 രൂപ വീതം, ഒരു മാസം 4000 രൂപ നൽകുന്നതിന് 2024-25 വാർഷിക പദ്ധതിയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഉഷ അറിയിച്ചു. ആളുകൾക്ക് നമ്മൾ വ്യക്തിഗത ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ ചെയ്തു കൊടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്, കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കൂടാതെ തന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ വർഷം തന്നെ വൃക്കരോഗികളായിട്ടുള്ള ആളുകൾക്ക് ധനസഹായം കൊടുത്തുകൊണ്ട് തന്നെ ഡയാലിസിസ് ചെയ്യുന്നതിനുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ആ ആനുകൂല്യവും ആ സഹായവും കൂടെ ചെയ്തു കൊടുക്കാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന് ചെയ്യേണ്ടുന്നത് ഗ്രാമസഭ വഴി അപേക്ഷ കൊടുക്കുകയും അത് നമ്മുടെ മെഡിക്കൽ ഓഫീസറാണ് ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർ. അതിൻ്റെ ഭാഗമായിട്ട് ആ ഡയാലിസിസ് ചെയ്യുന്ന ചികിത്സ വേണ്ടുന്ന ആളുകൾക്ക് 4000 രൂപ ധനസഹായം ചെയ്യുകയാണ് ഗ്രാമപഞ്ചായത്ത് വഴി ചെയ്യുന്നത്. തോട്ടം മേഖലയിലെ നിർധന ഡയാലിസിസ് ആവശ്യമായ രോഗികൾക്ക് ഈ പദ്ധതി ഒരു കൈത്താങ്ങാവുമെന്ന് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല കുളത്തിങ്കൽ അറിയിച്ചു. നമ്മുടെ പഞ്ചായത്തിലെ ഗ്രാമസഭയിൽ നിന്നുള്ള ലിസ്റ്റ് എടുക്കുന്നു. അതുകൂടാതെ പുതിയതായിട്ട് വൃക്കരോഗികൾ ഉണ്ടെങ്കിൽ അവരുടെയും കൂടെ ലിസ്റ്റ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പദ്ധതി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ നൂതനമായ പദ്ധതി നിരവധിയായിട്ടുള്ള വൃക്കരോഗികൾക്ക്, ഇപ്പോൾ വൃക്കരോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. വൃക്കരോഗികൾക്ക് ഈ അവസരം വളരെ ഗുണപ്രദമായി ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണെന്ന് മനസ്സിലാക്കാം. പീരുമേട് താലൂക്കിൽ ഒരു ഡയാലിസിസ് സെന്റർ ഇല്ലാത്തത് മൂലം പ്രതിസന്ധിക്ക് പീരുമേട് താലൂക്ക് ആശുപത്രിയുടെ ചുമതല വഹിക്കുന്ന അടുത്ത ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ആശുപത്രിയിൽ ഒരു ഡയാലിസിസ് സെന്റർ തുടങ്ങുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും അടുത്ത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R സെൽവത്തായി പറഞ്ഞു. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്തിരിക്കുന്ന ആ പദ്ധതിയോടൊപ്പം അടുത്ത ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും കൂടി സംയുക്ത പ്രോജക്റ്റായിട്ട് സഹകരിച്ചുകൊണ്ട് ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി അടുത്ത ബ്ലോക്ക് പഞ്ചായത്തും ഇവരുടെ കൂടെ കൂടുന്നതിന് എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാകും എന്ന് അറിയിക്കുകയാണ്. 2024-25 സാമ്പത്തിക വർഷത്തിൽ ആതുര സേവന രംഗത്ത് ഏറെ പ്രതിസന്ധി നേരിടുന്ന വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് കൈത്താങ്ങാവുന്ന പദ്ധതികളാണ് നടപ്പിലാക്കുന്നതെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഉഷ, ചെയർപേഴ്സൺ ഷീല കുളത്തിങ്കൽ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R സെൽവത്തായി, ഗ്രാമപഞ്ചായത്ത് അംഗം സുമിത്ര മനു എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.